താങ്കൾ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കാത്തിരുത്തി ബോറടിപ്പിച്ച് അവസാനം വരാതിരുന്ന് ഈ സംഘടനയ്ക്ക് അപരിഹാര്യമായ മാനനഷ്ടവും അതിലെ അംഗങ്ങൾക്ക് മനോവേദനയും ഉണ്ടാക്കാനിടയാക്കി. ഞങ്ങളുടെ പരിപാടി തന്നെ അതുകൊണ്ട് അലങ്കോലപ്പെട്ടു. അതുകൊണ്ട് ഇത്ര രൂപ താങ്കൾ നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയപ്പിച്ച സംഭവിക്കാൻ. പിന്നെ കൃഷ്ണേട്ടൻ അതിന് വളരെ അപ്പോളജറ്റിക്കായിട്ട് ഒരു മറുപടി കൊടുത്ത് തടി കഴിച്ചിലാക്കുകയാണ് ചെയ്തത്. പട്ടികജാതിക്കാരുടെ കോപം കൊണ്ടോ എന്തോ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുള്ളി തോറ്റുവെച്ചു. അതുകൂടി പുള്ളിയുടെ പാർലമെൻ്ററി ജീവിതം തന്നെ അവസാനിച്ചു. ഞാനിത് പറയുന്നത് മന്ത്രിമാർ പരിപാടികൾ ഏൽക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇത് ഓർമ്മിക്കാനും ഇത് പറയാനുമുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും എം ലിജുവും ആലപ്പുഴയിൽ കേരള കൗമുദിയുടെ 115-ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. KPCC വിശാല എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഞങ്ങൾ അല്പം വൈകും എന്നാലും എത്തിക്കോളാം എന്നാണ് പറഞ്ഞത്. വന്ദേ ഭാരതിന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോഴേക്കും ഇവിടെ വലിയ കൊടുമ്പിരി കൊണ്ട് പ്രചരണം ആരംഭിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ലിജുവും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നു. ഇതോടെ ഈ കേരളത്തിലെ മതേതരത്വം തകർന്ന് തരിപ്പണമായി പോകും എന്ന്. സംഗതി വലിയ പ്രശ്നമാണ്. കേരളവും മുതൽ 115-ാം വാർഷികം വേറെ, മതേതരത്വം വേറെ. മതേതരത്വം തകർന്നാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജനാധിപത്യം ഇല്ലാതായാലും കുഴപ്പമില്ല. ഇനി റേഷൻ കാർഡിന് അരി കിട്ടിയില്ലെങ്കിലും പ്രയാസമില്ല. പക്ഷേ മതേതരത്വം തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും വീട്ടെടുക്കാൻ പറ്റുകയില്ല. കേരള ഉപതിയുടെ പരിപാടി ആയതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ ഒഴിവാക്കാൻ പറ്റുകയില്ല. അതേ സമയത്ത് മന്ത്രിമാരും വരേണ്ടതുമാണ്.